കേരളത്തിലെ ഇടതുമുന്നണിയിലെ രണ്ട് പ്രബല കക്ഷികൾ CPIയും CPIMും തമ്മിലുള്ള കൊമ്പുകോർക്കൽ താൽക്കാലികമായി അവസാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. തങ്ങളുടെ മന്ത്രിമാരറിയാതെ, മന്ത്രിസഭയിൽ ആലോചിക്കാതെ നയപരമായ ഒരു തീരുമാനമെടുത്തതിലാണ് CPI മന്ത്രിമാർ പ്രതിഷേധിച്ചത്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന CPIയുടെ നിലപാട് അംഗീകരിക്കാതെ, CPIയുടെ മന്ത്രിമാരോട് ആലോചിക്കാതെ, മന്ത്രിസഭ അറിയാതെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അഖിലേന്ത്യാ സെക്രട്ടറി D രാജയുമൊക്കെ വാളെടുത്ത് CPI നേതൃത്വത്തെ ആക്രമിച്ചത്. CPIMൻ്റെ നേതാക്കളാവട്ടെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പോലും ഒപ്പിടൽ കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതേക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നത് എന്നാണ് CPIMലെ പല നേതാക്കളും സ്വകാര്യമായിട്ട് പറയുന്നത്. പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യമൊക്കെ അവർക്ക് പണ്ടേ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സ്വകാര്യമായി അവർ പറയുന്നത് ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ PM ശ്രീ പദ്ധതിക്ക് എതിരാണ്. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നാഗപ്പൂരിൽ നിന്ന് ഒരു ഹിന്ദുത്വ വിദ്യാഭ്യാസ പദ്ധതി ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്, ഞങ്ങളതിനൊന്നും യോജിപ്പുള്ളവരല്ല എന്നാണ്. CPIയെ സംബന്ധിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളത് കൊണ്ട് മാത്രമല്ല അവർ ഇത്ര എളുപ്പത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളിലേക്കും വാഗ്യുദ്ധങ്ങളിലേക്കുമൊക്കെ പോയത്. രാഷ്ട്രീയമായ കാരണം കൊണ്ട് മാത്രമല്ല, തങ്ങൾ വല്ലാതെ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ്. 4 മന്ത്രിമാർ CPIയുടേതായിട്ടുണ്ടായിട്ടും ഒരാളോട് പോലും മുഖ്യമന്ത്രി ഈ കാര്യം ചർച്ച ചെയ്തില്ല എന്നത് അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം അപമാനകരമായിരുന്നു. അതുകൊണ്ട് ആത്മാഭിമാനത്തിൻ്റെ അവസാനത്തെ കണികയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് എന്ത് സർക്കാർ, ഇതൊരു ഇടതുപക്ഷ സർക്കാരേ അല്ല, ഈ സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. ആവേശത്തിൻ്റെ മുകളിൽ പറഞ്ഞതാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ട ഒരു കാര്യം അത് കരാറായിട്ട് വന്നാൽ അത് കരാറിന് നിലനിൽപ്പില്ലാതെ മാത്രമല്ല മന്ത്രിസഭയ്ക്ക് നിലനിൽപ്പില്ലാതെയാവും. ഇന്ത്യയിൽ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് കേസ് കോടതികളിൽ വന്നിട്ടുണ്ട്. CPIയുടെ 4 മന്ത്രിമാർ തങ്ങളെ അറിയിക്കാതെയാണ് ഇത് ഒപ്പിട്ടത് എന്ന് കത്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് ശരിയാണെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ആ കത്ത് വ്യക്തമാക്കുന്നത്. കൂട്ടുത്തരവാദിത്വമില്ലാത്തൊരു മന്ത്രിസഭ നിലനിൽക്കാൻ യോഗ്യതയുള്ളതല്ല. അതുകൊണ്ട് LDFൻ്റെ മന്ത്രിസഭ ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, LDF മന്ത്രിസഭ രാജിവെക്കണം എന്നാണ് ധാർമ്മികതയുടെ പേരിൽ എങ്കിലും CPIക്കാർ പറയേണ്ടത്. CPIയിലെ വിമതപക്ഷത്ത് നിൽക്കുന്നു എന്ന് ബിനോയ് വിശ്വത്തെ പോലുള്ളവർ കരുതുന്ന K പ്രകാശ് ബാബു ഈ കാര്യം ഭംഗിയായിട്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആളാണ്, നല്ല നിയമജ്ഞനാണ്, രാഷ്ട്രീയമായി നല്ല ധാരണയുള്ള ആളാണ്. അദ്ദേഹം കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അതായത് UPA ഗവൺമെൻറ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, ആ നിയമം റദ്ദാക്കാനാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേരിൽ നരേന്ദ്രമോദി പുതിയ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത്. UPA ഗവൺമെൻറ്റിന് നിയമം ദരിദ്രരായ മനുഷ്യരെ, പാർശ്വവൽകൃതരായ മനുഷ്യരെ കുറേ കൂടി ചേർത്ത് പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. മോദിയുടെ നിയമം വിദ്യാഭ്യാസം പരിമിതപ്പെടുത്താനും ദരിദ്രരായ ജനകോടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കാനുമുള്ള നിയമമാണ്. ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരമുണ്ട്. മോദിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ സവിശേഷത അത് ഹിന്ദുത്വവൽക്കരണത്തിനും വാണിജ്യവൽക്കരണത്തിനുമുള്ള, വർഗീയവൽക്കരണത്തിനുമുള്ള വഴിയാണ്. ഇതറിയാത്തവരല്ല CPIക്കാരും CPIക്കാരും. പക്ഷേ കുറച്ച് ഫണ്ട് വരുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ എന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത്. ശിവൻകുട്ടിയെപ്പോലുള്ള പഴയ SFI നേതാക്കളെക്കുറിച്ചാണ് MN വിജയമാഷ് പറഞ്ഞത് പണം വരുമ്പോൾ നിങ്ങൾ കൊടികൾ അഴിക്കുന്നവരാണ് എന്ന്. മുമ്പൊരു SFI നേതാവ് സർവകലാശാലയുടെ സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ സർവകലാശാല ഈ കൊടികളൊക്കെ കെട്ടിയാൽ, SFIയുടെ കൊടികളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോൾ കൊടികളൊക്കെ അഴിച്ചു മാറ്റി ഫണ്ട് വാങ്ങിയ ചരിത്രം ഉണ്ടായിരുന്നു. ആ സംഭവത്തെക്കുറിച്ചാണ് വിജയമാഷ് പറഞ്ഞത് പണം വരുമ്പോൾ നിങ്ങൾ കൊടികൾ അഴിക്കുന്നു. ഇവിടെ CPMൻ്റെ മന്ത്രി ശിവൻകുട്ടി കൊടി അഴിക്കുക മാത്രമല്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു എന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു.
CPM-നകത്തുള്ള രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ മാറ്റം എന്ന് പറയുന്നത് കുറച്ച് പണത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ, അതിൻ്റെ ഐതിഹാസികമായ സമരാനുഭവങ്ങളെയൊക്കെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ മുമ്പ് ചെയ്ത ഒരു SFI നേതാവ് അബ്ദുള്ളക്കുട്ടിയാണ്. ശിവൻകുട്ടി മൂത്താൽ അബ്ദുള്ളക്കുട്ടിയായി മാറും എന്ന ഒരു രാഷ്ട്രീയ പാഠമാണ് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ ജനങ്ങളുടെ മുമ്പിലും പാർട്ടിക്കാരുടെ മുമ്പിലും വെച്ചത്. അദ്ദേഹം ഇപ്പോൾ ശിവൻകുട്ടിയല്ല, അബ്ദുള്ളക്കുട്ടിയുടെ ഒരു ഡമ്മിയാണ്, BJPയുടെ ഒരു ഡമ്മിയാണ്. അതുകൊണ്ട് CPI-CPM തർക്കം താൽക്കാലികമായി അവസാനിച്ചു എന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച ASFകാരും AYFകാരും ഒക്കെ മാപ്പ് പറഞ്ഞാലും MA ബേബിയെ നിശിതമായി വിമർശിച്ച K പ്രകാശ് ബാബു അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിച്ചാലും CPI ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുഴുവൻ ബാക്കി കിടക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ അവകാശമുണ്ടോ എന്നതാണ്. ഈ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഇത്തരമൊരു കരാറിൽ ഒപ്പിടാൻ, കേന്ദ്രവുമായൊരു കരാറിൽ ഒപ്പിടാൻ മന്ത്രിസഭ അനുവാദം നൽകിയിട്ടുണ്ടോ, അതിനുവേണ്ടി പ്രത്യേക നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ തുടങ്ങിയ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയാണ്. അത് CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കം സൗന്ദര്യ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമല്ല. മന്ത്രിസഭ തീരുമാനിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറി അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കേണ്ട ബാധ്യത പൊതുഭരണ വകുപ്പിനുണ്ട്. അതിന് CPM-ൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവുമോ? മന്ത്രിസഭ അറിയാതെ ഇത്തരമൊരു കരാറിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന് പറയാൻ CPI തയ്യാറാവുമോ? കൂട്ടുത്തരവാദിത്വമില്ലാത്ത, മന്ത്രിസഭയിൽ നിന്ന് പോലും മറച്ചുവെച്ച ഒരു കരാർ താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആ കരാറിൻ്റെ വ്യവസ്ഥകളില്ലാതാവുമോ? ഒപ്പിട്ട ധാരണാപത്രം അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി പിരിച്ചുവിടാവുന്ന, അതിനെ ഇല്ലാതാക്കാവുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണോ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി വ്യാജമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന, മിക്കവാറും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നഴ്സറിയായി മാറുന്ന ഒരു രാഷ്ട്രീയ പരിപാടി കേരളത്തിൽ നടപ്പാക്കുന്ന CPIM-ൻ്റെ കൂടെ എങ്ങനെയാണ് CPI ഇനിയും മുന്നോട്ട് പോവുക? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ബിനോയ് വിശ്വത്തിനും പ്രകാശ് ബാബുവിനും ഒക്കെ ഉണ്ട്. വരുന്ന ആളുകളിൽ അവർ ഈ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.